ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് സൈപ്രസിൽ വരുന്നവർ നിർബന്ധമായും കാണേണ്ട വളരെ യുണീക്കായിട്ടൊരു എക്സ്പീരിയൻസ് നമുക്ക് തരുന്ന, അത്ഭുതപ്പെടുത്തുന്ന, നമ്മൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത നേച്ചറിൻ്റെ ഒരു വ്യത്യസ്തമായ മുഖം കാണാനാണ് നമ്മളിന്ന് പോകുന്നത്. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രകൃതിയുടെ ഒരു മാജിക്കൽ ഫീലും അതേപോലെ തന്നെ ഒരു വല്ലാത്തൊരു മെസ്മറൈസിങ് വൈൽഡ് ബ്യൂട്ടിയും എല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ഗോർജ് കാണാനാണ് ഞങ്ങളിന്ന് പോകുന്നത്. അതായത് അക്കാമസ് പെനിൻസുലയിൽ ഉൾപ്പെട്ടിട്ടുള്ള അവാക്കസ് ഗോർജ് കാണാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഓക്കെ, സോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. അപ്പം നമുക്കിവിടെ വേണമെങ്കിൽ ഇതാ ഇങ്ങനെ ജീപ്പ് ബുക്ക് ചെയ്തിട്ട് ഒരു 1 ഡേ ട്രിപ്പിന് വേണ്ടി ബുക്ക് ചെയ്തിട്ട് വന്നാൽ അവർ അക്കാമസ് പെനിൻസുല മുഴുവനായിട്ട് നമ്മൾ കറക്കാൻ കൊണ്ടുപോകും. അതിൻ്റെ കൂടെ എനിക്ക് തോന്നുന്നു ഗോർജും കാണിക്കുമെന്ന്. പക്ഷെ അത് എത്രമാത്രം ഉള്ളോട്ട് കൊണ്ടുപോയി കാണിക്കുന്ന അറിയില്ല. അപ്പം ഞങ്ങൾ പക്ഷേ കാറിലാണ് വന്നത്. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് ഇനി നമുക്കിനി 1.5-2 കിലോമീറ്റർ നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്ന്, അതായത് നമ്മളിപ്പോൾ ഒരു കുന്നിന് മേലെയാണ്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സീ കാണാൻ പറ്റും, അതേപോലെ തന്നെ ബാക്കിയുള്ള കുന്നും മലയൊക്കെ കാണാൻ പറ്റും. ഇതിവിടെ കണ്ടോ, ആടുകളെ മേയ്ക്കാൻ വിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് ബണ്ടിലായി കിടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എന്തെങ്കിലും കൃഷി ചെയ്തതിൻ്റെ, നമ്മുടെ നാട്ടിലൊക്കെ ഈ നെല്ല് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറ്റ കെട്ടി വയ്ക്കുമല്ലോ, അങ്ങനെ മെഷീൻ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് കെട്ടി വെച്ചിരിക്കുന്നതാണ്. ഇത് കണ്ടില്ലേ, അങ്ങ് ദൂരെയായിട്ട് സീ കാണുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ഇവിടെ അവിടെ ഇവിടെയായിട്ട് ഇങ്ങനെ ഓരോ കെട്ടിടങ്ങളും കാണുന്നുണ്ട് കേട്ടോ ഈ കുന്നിൻ്റെ പുറത്ത്. എന്താണെന്നൊരു ഐഡിയ ഇല്ല എന്തിൻ്റെയാണതെന്ന്. അപ്പോൾ നമുക്കിതാ ഈ വഴി ഇങ്ങനെ ആ ദൂരേക്ക് കാണുന്ന വഴി മുഴുവൻ നടന്ന് നടന്ന് ഇറങ്ങണം. ഇത് വീണ്ടും ചുണ്ണാമ്പ് കല്ലിൻ്റെയാണ് ഈ റോക്സ് കാണുന്നത്. അത് ഈ മഴയും എനിക്കൊന്ന് കാറ്റുകൊണ്ടായിരിക്കും തോന്നുന്നു ഇങ്ങനെ ഷീറ്റായിട്ട് അത് ഇങ്ങനെ എറോഷൻ വഴിയാണ് തോന്നുന്നു ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. എൻ്റെ മുന്നത്തൊരു വീഡിയോയിൽ നമ്മൾ ഷിപ്പ് കാണാൻ പോയില്ലേ, ഷിപ്പ് ട്രക്ക്, അവിടെയും നമുക്ക് കാണാൻ പറ്റുമായിരുന്നു സീ സൈഡിൽ ഇതേപോലെ. അപ്പോൾ നമുക്കിനി പതുക്കെ നടന്ന് ഈ ഗോർജിൻ്റെ അടുത്തേക്ക് പോകാം. ഗോർജ് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എനിക്ക് കാര്യമായിട്ട് ഐഡിയ ഇല്ലായിരുന്നു കേട്ടോ ഇവിടെ എത്തുന്നത് വരെ. ഞാനിപ്പോൾ ഗോർജ് കാണാൻ പോകുമെന്നൊക്കെ വിചാരിച്ചപ്പോൾ നമ്മുടെ വയനാടൊക്കെ പോയതായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. പക്ഷെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ കുന്നിറങ്ങി താഴേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ അപ്പോൾ അതുവഴി നമുക്കൊരു റിവർ ഇങ്ങനെ ഒഴുകുന്ന കാണാം. ഈ റിവറിൻ്റെ പേര് അവക്കാസ് റിവർ എന്നാട്ടോ, AVGAS, അവക്കാസ് എന്നായിരിക്കും പ്രൊനൗൺസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുന്നു. ഈ ഫോറസ്റ്റിൻ്റെ പേര് പേജിയ ഫോറസ്റ്റ് എന്നാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പോഴാണ് കറക്റ്റ് അതിനകത്തേക്ക് എത്തിയത്, അതായത് ഈ ഗോർജിൻ്റെ അങ്ങോട്ടേക്ക്. ഇനി അങ്ങോട്ടേക്ക് ഒരു വെഹിക്കിളിനും എൻട്രൻസ് ഇല്ല, അതിങ്ങനെ കെട്ടി അടച്ചിട്ടുണ്ട് അവർ. ഇനി ഫുള്ള് നമുക്ക് നടന്ന് തന്നെ പോകണം. നമ്മളിങ്ങനെ ഗോർജിലേക്ക് കയറുമ്പോൾ തന്നെ ആദ്യം തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു കുഞ്ഞരുവിയാണ് കേട്ടോ. അതിൻ്റെ സൗണ്ടും അതേപോലെ തന്നെ നല്ല തണുത്ത വെള്ളവും എല്ലാം കൂടി നല്ല സുഖമാണ്. ഇന്ന് പ്രത്യേകിച്ച് നല്ല വെയിലുള്ളൊരു ദിവസമാണ്. നമ്മളിങ്ങനെ ഉള്ളിലോട്ട് ചെല്ലുന്തോറും ഉണ്ടല്ലോ ഈ 2 വലിയ മലയിടുക്കുകളുടെ അകത്തേക്കാണ് നമ്മൾ ഈ കയറിപ്പോകുന്നത്. 2 മലകൾ തമ്മിലുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പം നമുക്കിങ്ങനെ പോകുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ മലയാണ്, മറ്റേ സൈഡിൽ നമുക്ക് കുഞ്ഞ് അരുവി ഒഴുകുന്ന സൗണ്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ ഇങ്ങനെ ചെറിയൊരു വഴിയേ ഉള്ളൂ, കല്ലും റോക്സും ഒക്കെ കൂടി ചേർന്നിട്ടുള്ള, അത്ര സ്മൂത്തായിട്ടുള്ള വഴിയൊന്നും അല്ല നടക്കാൻ. ശരിക്കും ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർ ഒരു ഹാഫ് ഡേ എങ്കിലും മിനിമം ഇതിനായിട്ട് മാറ്റി വയ്ക്കണം. എന്നാൽ തന്നെ നമുക്ക് ഇത് കണ്ടു തീർക്കാൻ പറ്റൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഫുള്ളും എടുക്കാം. പിന്നെ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അന്ന് നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ വരാതിരിക്കുക എന്നുള്ളതാണ്. കാരണം ഇത് കുറച്ചും കൂടി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് കാണാം വലിയ വലിയ ഉരുളൻ കല്ലുകളും ഒക്കെയുള്ള വഴികളാണ്. അപ്പോൾ ചിലപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലഡ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ കല്ലുകളൊക്കെ വീണിട്ട് വഴി മുടങ്ങിക്കിടക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെതർ നോക്കിയിട്ട് വേണം ഇത് കാണാൻ വേണ്ടി വരാൻ. അപ്പോൾ നമുക്കിനി ഇങ്ങനെ അതിനകത്തേക്ക് നടന്നു പോയി കാണാം. ഇതെങ്ങനെയാണ് ഈ ഗോർജ് ഫോം ചെയ്യുന്നതെന്ന് വെച്ചാൽ മില്യൺസ് ഓഫ് ഇയേഴ്സിൻ്റെ എറോഷൻ വഴിയാണ്. അതായത് ഏറ്റവും ആദ്യം ഒരു കുഞ്ഞ് വളരെ ചെറിയൊരു വാട്ടർ ഫ്ലോ ഉണ്ടായിരുന്നിട്ടുണ്ടാവും.
മലയുടെ ഇടയിലൂടെ. അത് പിന്നെ അവിടെ ഇങ്ങനെ റോക്സ് എറോഡ് ചെയ്ത് പോയിട്ട് വർഷങ്ങളോളമുള്ള എറോഷൻ വഴി ഈ മല വിട്ട് വിട്ട് പോവുകയുണ്ടായത്. അതിൻ്റെ അകലം കൂടി കൂടി വന്നു എറോഷൻ വഴി. അങ്ങനെയാണ് ഒരു ഗോർജ് ഫോം ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ ചെല്ലും തോറും നമുക്ക് അതിൻ്റെ ആ ദൂരം കുറഞ്ഞു വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗംഗക്കുഞ്ഞിൻ്റെ കൈ എവിടേക്കോ തട്ടി അതിൻ്റെ ഇടയിൽ മുറിഞ്ഞു തോന്നും. ബ്ലഡൊക്കെ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കിത് ഇങ്ങനെ ഏകദേശം ഒരു 8.5 കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ. നടന്നാലേ ഇതിൻ്റെ എൻ പോയിൻ്റ് എന്ന് പറയാൻ പറ്റില്ല, എന്നാലും രണ്ട് മലയും കൂടി ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന ആ ഒരു പോയിന്റിലേക്ക് എത്തുകയുള്ളൂ. ഇതിൽ കൂടി നടക്കുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നില്ല കേട്ടോ. നടക്കുന്നതിനേക്കാളും അതിൻ്റെ കൂടെ വീഡിയോ കൂടി എടുക്കുകയെന്ന് വെച്ചാൽ നല്ല ഡിഫിക്കൽട്ടായിരുന്നു എനിക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ മുന്നിലും അതേപോലെ തന്നെ പിന്നിലും ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കുറച്ച് നേരം നിന്ന് കഴിഞ്ഞാൽ ബാക്കിൽ വരുന്നവർക്ക് അസൗകര്യമാവും, അവർക്ക് നടക്കാൻ പറ്റില്ല. പിന്നെ അതുമാത്രമല്ല, ഇതിൻ്റെ കുറച്ചൊക്കെ ഞാൻ എത്തിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ഷൂ ഒക്കെ ഊരി കയ്യിൽ പിടിച്ചു. കാരണം ഷൂ ഒക്കെ ഓൾമോസ്റ്റ് നനഞ്ഞു. ഇതിങ്ങനെ എപ്പോഴും നമ്മളിങ്ങനെ വെള്ളത്തിൽ കൂടി ക്രോസ് ചെയ്തിട്ടും ഒക്കെ നടക്കേണ്ടി വന്നിരുന്നു. അപ്പോൾ അത് കാരണം അതൊക്കെ ഊരി കൈ പിടിച്ചത്. കണ്ടില്ലേ ഹൈറ്റ് ഇങ്ങനെ കാണുന്ന കണ്ടോ? എനിക്ക് സത്യം പറഞ്ഞൊരു 20% പോലും എക്സാക്ട്ലി അതൊന്നും ഒരു വീഡിയോ ആയിട്ട് പകർത്തിയെടുക്കാൻ പറ്റിയില്ല. എന്നാലും ഞാൻ വിചാരിച്ചു നിങ്ങളിതൊന്ന് കാണിക്കണമെന്ന്. എന്താ പറയുക, ആരെങ്കിലുമൊക്കെ സൈപ്രസിൽ പോകുന്നുണ്ടെങ്കിൽ അവരെ അതിന് മുന്നേ എങ്ങാനും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ, അങ്ങനെ ആരും എൻ്റെ വീഡിയോ കാണുന്നൊന്നുമില്ല, കൂടി ഒരു 4, 3, 7 പേരെ കാണുന്നുള്ളൂ. എന്നാലും അതിലാരെങ്കിലും സൈപ്രസിൽ പോകുന്നുണ്ടെങ്കിൽ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു പ്ലേസാണ് കേട്ടോ ഇത്. കണ്ടോ, ഇപ്പോൾ കാണുന്നുണ്ടോ, ഇങ്ങനെ രണ്ട് മലയും നമുക്ക് കാണാം, അപ്പുറവും ഇപ്പുറവും കൂടി. ഇതൊരു ഏകദേശം ഒരു വളരെ കുറഞ്ഞ ഒരു 5 മീറ്ററോ മറ്റൊക്കെ ഇവിടെ ഉള്ളൂ തോന്നുന്നു. 2 ഒരു 5 മീറ്റർ കുറച്ചും കൂടിയേ ഉള്ളൂ. അത് ഇനിയും കുറഞ്ഞു വരും ആ ഒരു അകലം. ദൂരേക്ക് കണ്ടോ, ആ 2 റോക്കും കൂടി ചേർന്ന് എത്തുന്ന വഴി. അപ്പം ഞങ്ങൾ ഏകദേശം അതിൻ്റെ എൻ പോയിന്റിലേക്ക് എത്താനായി. ഇവിടെ ഈ റോക്കിനുണ്ടല്ലോ, ഈ സൈഡിലുള്ള മല പോലെ നിൽക്കുന്നത്, അതിന് ഏകദേശം 30 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ ഇത് എന്തുമാത്രം ഹൈറ്റിലാണ്. അപ്പം നമ്മളങ്ങനെ അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള എന്താ പറയുക, പ്രകൃതിയുടെ നോക്കുക, ഹൈറ്റ് നോക്കുക, ഇങ്ങനെ 2 റോക്കും കൂടി ചേർന്ന് നിൽക്കുന്ന. അപ്പോൾ അവിടെ അങ്ങനെ അതിൻ്റെ അവസാനത്തെ ആ പോയിന്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇതാ കാണുന്നുണ്ടോ, ഇതാണ് നമുക്കിവിടെ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ. സത്യം പറഞ്ഞാൽ ഇത് പ്രകൃതിയുടെ ഒരു വിസ്മയം തന്നെയാണ് കേട്ടോ. നമുക്കിങ്ങനെ എത്ര കണ്ടാലും മതി വരാത്ത അത്രയും മനോഹരമായിട്ടുള്ള ലൈറ്റിങ്ങിന് ചെറുതായിട്ട് അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ സീപ്പേജ് ലൈക്ക് വരുന്നതും. ഞങ്ങൾ കുറേ നല്ല ഫോട്ടോസ് എടുത്തു. ഞങ്ങളപ്പോൾ അങ്ങനെ ഏകദേശം ഫുള്ള് കണ്ട് തീർന്ന് തിരിച്ചത് ഇറങ്ങി വരികയാണ്. ഒരു ഹാഫ് ഡേ എടുത്തു ഞങ്ങൾക്കത് കണ്ട് തീർക്കാൻ. ഞങ്ങൾക്കതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം ബ്ലൂ ലഗൂൺ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടം വരെ ചെന്ന് കണ്ടിട്ട് വേഗം തിരിച്ച് നടന്നു വന്നു.
അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ ബൈ.